പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE മുൻ താരം ആയിരുന്ന MVP ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിയിൽ അപ്പിയർ ചെയ്തതിനെ സംബന്ധിച്ചാണ്. WWE തൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് MVP അങ്ങോട്ടേക്ക് അപ്പിയറൻസ് നടത്തുന്ന ആ ഒരു കമ്പനി ജോഷ് ബെർണറ്റ് നടത്തുന്ന ബ്ലഡ് സ്പോർട്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഭാഗമായി നടന്ന ഒരു ഇവൻറ്റിൻ്റെ അവസാനമാണ് MVP അങ്ങോട്ടേക്ക് അപ്പിയറൻസ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ WWE അനുമതി കൊടുത്തുകൊണ്ട് WWEയിൽ നിന്ന് മെയിൻ റോസ്റ്ററിൽ നിന്നും NXTയിൽ നിന്നും ഈ ഇവൻറ്റിൽ കുറച്ച് താരങ്ങൾ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ TNA റെസ്ലിംഗ്, AEW, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ്, അങ്ങനെ വിവിധ കമ്പനികളിൽ നിന്നുള്ള റെസ്ലേഴ്സും ഈ ഒരു ഇവൻറ്റിൽ ഭാഗം ആയിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് മെയിൻ ഇവൻറ്റിൽ MVPയുടെ ഒരു സർപ്രൈസ് അപ്പിയറൻസ് നടന്നത്. MVP വന്നിട്ട് പറയുന്നുണ്ട് ജോഷ് ബെർണറ്റ് എന്ന് പറയുന്ന ആ റെസ്ലറിനെതിരെ തന്നെ തനിക്കൊരു മത്സരം വേണം എന്നുള്ളത്. അപ്പോൾ MVP ഇനി മത്സരിക്കാൻ പോകുന്നത് ഈ കമ്പനിയിലായിരിക്കും, ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. താൻ ഉടനെയൊന്നും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി MVP പങ്കുവെക്കുന്നുണ്ട്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സമ്മർ സ്ലാം 2024 എന്ന ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ ഒന്നിൽ റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിന് പകരം മറ്റൊരു സൂപ്പർ താരമായ റോക്കിൻ്റെ തിരിച്ചുവരവായിരിക്കുമോ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റോക്കിൻ്റെ നിലവിലെ സിനിമ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെ റോക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമയുടെ ഭാഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ റോക്ക് ഇനി കുറച്ച് സമയം ബ്രേക്ക് എടുത്തിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് എടുത്തിരിക്കുന്നത് WWE ഒരു തിരിച്ചുവരവിൻ്റെ സൂചന നൽകുന്നതാണോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ റെസ്ലിംഗ് ലോകത്ത് ഉടലെടുത്തിട്ടുള്ളത്. അതിനർത്ഥം സമ്മർ സ്ലാം 2024 റോക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളത് അല്ല. റോമൻ റെയിൻസ് തിരികെ വന്നില്ലെങ്കിൽ റോക്കിൻ്റെ ഒരു അപ്പിയറൻസിന് സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് കാണാൻ സാധിക്കുമെന്നാണ്. ഇനി അഥവാ റോമൻ വരാതെ റോക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിൽ കോഡി റോഡ്സ് സോളോ സിക്കോവയെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ആ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം സോളോ സിക്കോവയും ഈ ബ്ലഡ് ലൈനിലെ മറ്റ് അംഗങ്ങളും ചേർന്ന് കോഡി റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു. കോഡിയെ സഹായിക്കാൻ വേണ്ടി കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവരൊക്കെ വരുന്നുണ്ട്. അവർക്കൊന്നും കോഡിയെ സഹായിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് റോമൻ റെയിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നതിന് പകരം റോക്കിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. ഈ സോളോ സിക്കോവയും ബ്ലഡ് ലൈൻ അംഗങ്ങളും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു സമയത്ത് റോക്ക് റിങ്ങിലേക്ക് കയറി സോളോ സിക്കോവയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. കോഡി റോഡ്സിനെ റോക്ക് ബോട്ടം ചെയ്തുകൊണ്ട് കോഡിയെയും ആക്രമിക്കുന്നു. പിന്നീട് മൈക്ക് എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, കോഡി എൻ്റെ മുന്നിൽ നീ ഒരു എതിരാളി തന്നെയാണ്, പക്ഷേ നിന്നേക്കാൾ മുൻപ് എനിക്ക് തീർക്കേണ്ടത് മറ്റൊരാളെയാണ്, അത് റോമൻ റെയിൻസിനെയാണ്. സോളോ, നീ ഞാൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൈനൽ ബോസ്, നീ ട്രൈബൽ ചീഫ്. എങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതേപോലെ തന്നെ തിരികെ പോകുക. ഇനി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് റോമൻ റെയിൻസിനെ ഇവിടെ കണ്ടേക്കരുത്. റോമൻ റെയിൻസ് ഇനി റിങ്ങിൽ കാലുകുത്താൻ പറ്റാത്ത രീതിയിൽ അവൻ തിരികെ വന്നാൽ നീ ആക്രമിച്ചിരിക്കണം എന്നുള്ള ആ ഒരു അഡ്വൈസും കൂടി കൊടുത്തുകൊണ്ട് സമ്മർ സ്ലാം അവസാനിക്കുന്നതായിരിക്കും. ചിലപ്പോൾ റോക്ക് തിരികെ വന്നാൽ നടക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. റോക്കിൻ്റെ സിനിമ ഷൂട്ടിംഗ് കൃത്യം സമ്മർ സ്ലാമിന് ഒരാഴ്ച മുൻപ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു സൂചന നൽകുന്നതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിനാണോ റോക്കിൻ്റെ തിരിച്ചുവരവിനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.